ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ? ദോശക്കെല്ലാം അരച്ച് നല്ല പൊങ്ങി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഒരു മസാല ദോശ ഒന്ന് ഉണ്ടാക്കാമെന്നൊരു തോന്നൽ. നിങ്ങൾക്ക് ഇഷ്ടമാണോ മസാല ദോശ? എല്ലാവർക്കും ഒരു വീക്ക്നെസ് അല്ലേ? കേരളീയർക്കും എനിക്ക് തോന്നുന്നു തമിഴ്നാട്, ആന്ധ്ര ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മസാല ദോശ അല്ലേ? അത് നമുക്ക് കോട്ടയത്തൊരു സ്ഥലമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇത്ര നമ്മുടെ എത്രയോ 1 മീറ്ററോളം നീളത്തിൽ വരും ഏകദേശം ആ മസാല ദോശ. അത് കാണാൻ തന്നെ ഒരു രസമാണ്. കഴിക്കുന്നില്ലല്ലോ, അത് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ ഒരു രസം തന്നെ കേട്ടോ. കോട്ടയത്ത് ഉള്ളവർക്കെല്ലാം അറിയാം അവിടെ അത് കിട്ടുന്ന സ്ഥലം. അതെവിടെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഇത് സ്ഥലമാണ് കോട്ടയത്ത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. വളരെ സാധാരണക്കാർക്കെല്ലാം പോയി കഴിക്കാവുന്ന ഒരു സ്ഥലം. അപ്പം ഇന്ന് എനിക്ക് അതിനുള്ള ആ ഒരു യൂട്ടൻസിലൊന്നുമില്ല, വലുതായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ പാനേ ഉള്ളൂ. അപ്പം നമുക്കുള്ള പോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. വരൂ, നമുക്കിന്ന് മസാല ദോശയായി കളയാം കേട്ടോ. ഓക്കെ, വരൂ. ഒരു പാൻ അടുപ്പേ വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് തരിക, അല്ലെങ്കിൽ ചതച്ച് ഇട്ടാലും മതി. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ചെറിയ സവാള കുത്തിയരിഞ്ഞത്, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റുക. സവാളയോ കൊച്ചുള്ളിയോ എന്താണെങ്കിലും കുഴപ്പമില്ല. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയ ശേഷം ഭയങ്കരമായിട്ടൊന്ന് വഴറ്റണ്ട, ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിൽ ഇടാൻ കേട്ടോ, സബ്റ്റി. ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ. അപ്പം അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. പിന്നെ നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചത് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 2 പൊട്ടറ്റോ ആണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാൻ. ഓക്കെ, ആ സൈഡ് വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ നല്ല വലിയ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ദോശമാവ് കുറച്ച് അയവിൽ വേണം പരത്തുക. നമുക്ക് എത്രയും പരത്താവോ അത്രയും പരത്തുക. അത് തിന്നായിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക. അത് ഏകദേശം ഒരു നല്ലൊരു ബ്രൗൺ കളറാവും നമുക്ക് തോന്നുമല്ലോ. അപ്പോഴത്തേക്കും അതൊന്ന് മറിച്ചിട്ടിട്ട് നമ്മുടെ ഈ മാവ് നമ്മളതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഫില്ലിങ് നമുക്ക് എത്രയോ വട്ടം വെച്ചാൽ അതിൻ്റെ വെളിയിൽ ഭാഗത്തേക്ക് വെച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം. ഞാൻ പറഞ്ഞില്ല കോട്ടയത്തൊരു സ്ഥലമുണ്ട്, അവിടെ അവരിങ്ങനെ റോൾ ചെയ്താണ് വരുന്നത്. ചിലരത് ട്രയാങ്കുലറായിട്ട് മടക്കും, ചിലരത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് സെമി സർക്കിളറായിട്ട് മടക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ഫോൾഡ് ചെയ്ത് നല്ല വൈറ്റ് ചട്നി, ടൊമാറ്റോ ചട്നി, അല്ലെങ്കിൽ ചട്നിപ്പൊടി എന്തെങ്കിലും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയ്ക്കകത്ത് കുറച്ച് നാരങ്ങാനീരും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം, സബ്റ്റിയോ. എന്താണെങ്കിലും മസാല ദോശ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. നല്ല ചൂടോടെ ഇത് കൂട്ടി കഴിച്ചാൽ അടിപൊളി. അതിൻ്റെ കൂടെ ഉഴുന്ന വടയുന്നുണ്ടെങ്കിൽ ഉഷാറ്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കോട്ടയത്തെ ഒരു സ്ഥലമുണ്ടല്ലോ, അതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായയോ അല്ലെങ്കിൽ നല്ലൊരു കടുപ്പത്തൊരു കാപ്പി കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. മസാല ദോശ കൂട്ടി നമ്മുടെ ഇഷ്ടത്തിന് വലുപ്പത്തിൽ നമുക്ക് കിട്ടിയില്ല, എന്നാലും ഉള്ളതുപോലെ. ഓക്കെ, ബൈ.